ദാമോദര ലീല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല കഥയെല്ലാം നല്ല ഭംഗിയായിട്ട് അറിയാം. എന്നാലും എനിക്ക് പറയേണ്ട ഒരു കർത്തവ്യം ഉണ്ടല്ലോ, അതനുസരിച്ച് ആ കഥ ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. നമുക്ക് തുടങ്ങാം. യശോദ അമ്മ ഭഗവാനെ ഉരുളിൽ കെട്ടി ബന്ധിക്കുന്ന ഒരു കഥയോടുകൂടിയാണ് നമുക്ക് ഈ ഒരു സ്കന്ധം നമുക്ക് തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു കഥ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അമ്പാടിയും യശോദ അമ്മയും കണ്ണൻ എല്ലാം മനസ്സിൽ വരണം. ഒരു സ്ക്രീന് കാണുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ഉള്ളിൽ നമ്മളിത് കാണണം. എന്നാലും നമുക്ക് ആ ഒരു കഥ എങ്ങനെയാണ്, അല്ലാതെ നമ്മൾ ഒരു പ്രഭാഷണ രൂപത്തിൽ നിങ്ങളിത് കാണരുത്. നമ്മുടെ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അമ്പാടിയിലാണ്, ഇപ്പം നമ്മൾ യജ്ഞവേദിയിലല്ല, സൂമിലല്ല, യജ്ഞവേദി അമ്പാടിയിലാണ് ഇരിക്കുന്നത്. അമ്പാടിയിലെ ഗോപികമാരെ പോലെ, അല്ലെങ്കിൽ അമ്പാടിയിൽ ഈ കഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തരെ പോലെ ആവണം നമ്മള്. അപ്പോൾ യശോദ അമ്മ ഭഗവാനെ കുളിയെല്ലാം കഴിഞ്ഞ് ഉറക്കി കിടത്തിയിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. ഇതില് പാലെല്ലാം വെച്ചിട്ട് അമ്മ പാല് അടുപ്പത്ത് വെച്ചിട്ട് നേരെ വന്നു വെണ്ണ കടയാൻ തുടങ്ങി. ഈ വെണ്ണ കടയുന്ന സമയത്തൊക്കെ അമ്മയുടെ മനസ്സിൽ ഭഗവാന്റെ ഓരോ ലീലകളാണ്. കാരണം ഭഗവാൻ ഓരോ ദിവസവും കാണിക്കുന്ന കുസൃതികൾ, ഇപ്പൊ നമ്മൾക്ക് അറിയാലോ ഭഗവാൻ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ചെറിയ പുഞ്ചിരിയായിട്ടൊക്കെ അമ്മ ഇങ്ങനെ വെണ്ണ കടയുകയാണ്. ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നോണ്ട് അമ്മ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഉണർന്നു. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു, നമ്മൾ തന്നെ മനസ്സിൽ ഭഗവാനെ എപ്പോഴും വിചാരിച്ചാലും ഭഗവാൻ നമ്മളെ മനസ്സിൽ ഓടിയെത്തൂലേ. അതുകൊണ്ടായിരിക്കണം അമ്മ ഭഗവാനെ വിചാരിച്ച് നിന്നതുകൊണ്ടാണ് ഭഗവാൻ പെട്ടെന്ന് ഉണർന്നു അമ്മയുടെ മടിത്തട്ടിലേക്ക് ഓടി വന്ന് ഇരുന്ന് അപ്പൊ ഒരു കുഞ്ഞ് വന്നിരിക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ പാല് കുടിക്കാനായിരുന്നു. അപ്പൊ അമ്മ പാലെല്ലാം എടുത്തിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അടുപ്പത്ത് പാല് വെച്ചിരിക്കുന്ന കാര്യം. അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ കുഞ്ഞിനല്ല മടിയിൽ വെച്ചിരിക്കുന്നത്, അവർ മൊബൈൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഇട്ടിട്ടാ ഓടുന്നത്. പണ്ടത്തെ ആ ഒരു വ്യത്യാസമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്നതായിരിക്കും അടുപ്പത്ത് പാലിരിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് അതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് ഈ പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ കുഞ്ഞു കണ്ണനെ താഴത്ത് നിർത്തിയിട്ട് അമ്മ നേരെ ഓടുകയാണ് അടുക്കളയിലേക്ക്. പോയ നേരത്ത് കണ്ണൻ ഭയങ്കരമായിട്ട് സങ്കടം ദേഷ്യം വന്നു. കാരണം നല്ല അങ്ങനെ പുള്ളി ഇങ്ങനെ കിടക്കുക സമയത്താണ് അമ്മ ഭൗതികമായ ബാലിന്റെ പിറകെ കണ്ണനെ നിലത്ത് വെച്ചിട്ട് ഓടിപ്പോകുന്നത്. ഇതൊരു ദേഷ്യം ഇത് കണ്ടിട്ട് കണ്ണൻ വെണ്ണ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ഉടച്ചു, ആ ഉറിയൊക്കെ തട്ടി പൊട്ടിച്ചു, ആകെ വികൃതിയാക്കി. എന്നിട്ട് ചെയ്തത് മാത്രം, എന്നിട്ട് പാലെല്ലാം ഇങ്ങനെ ചവിട്ടി ആ തറയിൽ മൊത്തം ആക്കി മരിച്ച പോലെ അവിടെ വികൃതി കാട്ടി നിന്ന സമയത്ത് അമ്മ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച. അപ്പൊ ഏതമ്മമാർക്കായിരുന്നാലും തോന്നുന്ന അതേ വികാരം തന്നെയാണ് യശോദ അമ്മയ്ക്കും ആ സമയത്ത് തോന്നിയത്. ആ സമയത്ത് ഭഗവാനാണോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അമ്മ പെട്ടെന്ന് ഒരു വടി എടുത്തിട്ട് ഭഗവാൻ ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങി. ഭഗവാനുണ്ടോ വിടുന്നു, ഭഗവാൻ ഒരൊറ്റ ഓട്ടം മുറ്റത്തേക്ക് ഓടി. ദേവി യശോദമ്മയും പുറകെ ഓടി, കണ്ണൻ മുമ്പേ ഓടി. നമ്മൾ ആ ഒരു കാര്യം നമുക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഭൂലോക ചൈതന്യത്തെ പിടിച്ചു കെട്ടാനാണ് ഈ അമ്മ ഓടുന്നത്. കണ്ണനെ അറിയാലോ, ഭഗവാൻ ആരാണെന്ന് അറിയാലോ. എന്നാലും ആ അമ്മയുടെ ഉള്ള ഒരു കുസൃതി കാരണം കണ്ണൻ ഇങ്ങനെ ഓടുകയാണ്. ആ യശോദാമ്മയുടെ ഭാഗ്യമാണ്. ഒരുപാട് നമുക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ ആ അമ്മ എന്ത് സുഹൃതം ചെയ്ത ഒരു അമ്മയാവണം, ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് ഈ അമ്മ ഓടുന്നത്. ഇങ്ങനെ ഓടിക്കൊണ്ടു വന്നു. അവസാനം കണ്ണൻ തന്നെ വിചാരിച്ചു എന്തായാലും അമ്മയുടെ മുമ്പിൽ നിന്നു കൊടുക്കാം. പിടിച്ചു. അമ്മ വിചാരിച്ചു ഇത്ര ഇങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. പെട്ടെന്ന് തന്നെ അമ്മ ഒരു കയറെടുത്തോണ്ട് വന്ന് ഭഗവാനെ പെട്ടെന്ന് കെട്ടാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ നമ്മളായിരുന്നാലും വിചാരിക്കും സപ്താഹത്തിന് പോയൊരു അധ്യായമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കാ നമുക്ക് പെട്ടെന്ന് ഭഗവാനെ കിട്ടും എന്നല്ല. അപ്പൊ അതേ ഒരു ചിന്തയാണ് അമ്മയുടെ മനസ്സിൽ വന്നത്. ഒരു 2 സപ്താഹത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാനാണ് ഭക്തി, എനിക്ക് ഭാഗവതം വായിക്കാൻ അറിയാം, എനിക്ക് അതറിയാം ഇതറിയാം എന്ന് പറയുന്നത് പോലെയാണ് അമ്മയ്ക്ക് ആയിരുന്നാലും പെട്ടെന്ന് ആ ഉള്ളില് ഭഗവാന് പെട്ടെന്ന് കെട്ടാം എന്നുള്ള ഒരു ചിന്ത വന്നത്. പക്ഷെ കണ്ണൻ ഇത് മനസ്സിലായിട്ട് അമ്മ എത്ര കയറുകൊണ്ടൊന്ന് കെട്ടിയിട്ടും ഉരലില് ഭഗവാനെ കെട്ടാൻ പറ്റുന്നില്ല. അവസാനം അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു ചൈതന്യം ഉള്ളതാണെന്ന് പറഞ്ഞ് മനസ്സിരുത്തി ഭഗവാനെ ഒന്ന് വിളിച്ചു. എന്റെ കണ്ണാ, നീ എന്നെ ഇതൊന്ന് കെട്ടാനൊന്ന് സമ്മതിക്കൂ
എന്ന്. ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പൂജാരിമാർ മേൽശാന്തി പറയാറുണ്ട്, ചില സമയം അലങ്കാര സമയത്ത് കാണും ഇങ്ങനെ വികൃതി കാണിച്ച് നിൽക്കുമെന്ന്. കാരണം അവർക്ക് ഇങ്ങനെ അന്നത്തെ അലങ്കാരം ചെയ്യാനായിട്ട് കാരണം സമ്മതിക്കില്ല എന്ന് ഞാൻ പല യൂട്യൂബ് ചാനലിലൊക്കെ ആചാര്യന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചന്ദനം ചാർത്തുന്ന സമയത്തായിരുന്നാലും നല്ലൊരു ചാർത്ത് കിട്ടണമെങ്കിൽ കണ്ണൻ സമ്മതിക്കില്ല എന്നുള്ള പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു യശോദയമായിട്ടുള്ള താരതമ്യമാണ്. അവരും അമ്മയുടെ സ്ഥാനമാണ് മേൽശാന്തിമാർക്ക് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് അവസാനം യശോദമ്മ പറഞ്ഞു, എന്റെ പൊന്നു കണ്ണ ഒന്ന് നിന്നതാ എനിക്ക് നിന്നെ ഒന്ന് കെട്ടാനായിട്ട്. അപ്പം ആ ഒരു ഇത് കൊണ്ടിട്ട് യശോദമ്മ ഭഗവാനെ ഉരുളിൽ കെട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാണുന്നത് ഈ ഒരു സന്ദർഭം ഭഗവാൻ ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട് നമുക്ക്. ഈ ഒരു യശോദമ്മയെ കൊണ്ട് ഈ ഒരു ലീല ചെയ്യിപ്പിക്കാൻ കാരണം തന്നെ നമുക്ക് നമ്മളെല്ലാ കഥകളിലും കേട്ടിട്ടുള്ളത് പോലെ ഒരു കുബേരപുത്രന്മാരുടെ കഥ. അതാണ് ഈ രണ്ടാമത്തെ ഒരു അധ്യായത്തിലായിട്ട് വരുന്നത്. ഈ കുബേരപുത്രന്മാരെന്ന് പറയുന്നത് നളഗോപുര മണിഗ്രീവന്മാരാണ്. അവര് പണത്തിന്റെയും എല്ലാത്തിന്റെ അഹങ്കാരം കൊണ്ട് സ്വന്തം നിലം മറന്നിട്ട് ഗംഗാനദീ തീരത്ത് ഒരു വിവസ്ത്രയായിട്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാരദ മഹർഷി അതുവഴി വരികയും ഇവരെ ശപിക്കുകയും ചെയ്തു. വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്നാണ് ആ ഒരു ശാപം. നമ്മൾ എപ്പോഴും ചിന്തിച്ചു നോക്കണം, എന്തിനാണ് മറ്റുള്ള ശാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വൃക്ഷങ്ങളായിട്ട് അല്ലെങ്കിൽ മരങ്ങളായിട്ട് എന്തിനാണ് നാരദ മഹർഷി ഇവരെ ഇങ്ങനെ ശപിച്ചതെന്ന്. ഈ ഒരു ശാപം കേട്ടിട്ട് അവര് അപേക്ഷിച്ചു ശാപമോക്ഷത്തിനായിട്ട് നാരദ മഹർഷിയോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, സാക്ഷാൽ മഹാവിഷ്ണു നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശാപമോക്ഷം തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ആ ഒരു ശാപമോക്ഷത്തിന്റെ ഇതില് നമ്മുടെ അമ്പാടിയിൽ ഈ 2 മരുത് വൃക്ഷങ്ങളായിട്ട് ഈ നളഗോപുര മണിഗ്രീവന്മാര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അവരിലുണ്ടാവുന്ന ഒരു ഫലം, അതായത് മാമ്പഴം ആവട്ടെ പൂവാവട്ടെ, എന്തായാലും അവരത് എടുക്കുന്നില്ല, അത് തരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഫലേച്ഛ ഇല്ലാതെയാണ് ഈ വൃക്ഷങ്ങൾ. അവർക്ക് ഒരാവശ്യമില്ല. അതിൽ തണലായിരുന്നാലും നമുക്കുള്ളതാണ്, അതിൽ ഓരോ ചില്ലകൾ പക്ഷികൾക്കുള്ളതാണ്, അതിലെ ഫലങ്ങളായിരുന്നാലും താഴെ വീണ് നമുക്കും കിളികൾക്കും ഒക്കെ ഉള്ളതാണ്. അപ്പം സ്വന്തമായിട്ട് ജീവിതം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവര് ഈ നിൽക്കുന്നതിന് ഈ വൃക്ഷങ്ങൾ. അതുകൊണ്ടാവണം നാരദ മഹർഷി അവർക്ക് ആ ഒരു ശാപം കൊടുത്തത്. ആ ഒരു ധനവും മതവും കൊണ്ടുണ്ടായ ഒരു അഹങ്കാരം മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു ശാപം അവർക്ക് കൊടുത്തത്. അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭഗവാൻ ഈ ഉരലെല്ലാം ഇങ്ങനെ വലിച്ചുകൊണ്ട് നേരെ ചെന്ന് ഈ 2 വൃക്ഷത്തിന്റെ നടുക്കൂടെ ഇങ്ങനെ കയറി ഈ വൃക്ഷത്തെ ഒടിച്ചിട്ടു. നമ്മുടെ ഈ നളഗോപുര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷവും കൊടുത്തു. വാണി ഗുണാനുകഥനെ ശ്രവണവും കഥ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു കീർത്തനം, ഈ ഒരു 4 ശ്ലോകങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭഗവാന്റെ കീർത്തനങ്ങൾ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന പുണ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കഥയിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഭഗവാൻ ഇതിൽ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നളഗോപുരം അവരെ കുറിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പണത്തിന്റെയും അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ തരുന്ന ഒരു സമ്പത്തിന്റെയും പേര് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ആ ഒരു അഹങ്കാരം കൊണ്ട് സ്വയം നില. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഭഗവാന് എളുപ്പം കിട്ടില്ല. യശോദമ്മയ്ക്ക് സംഭവിച്ചാല് എളുപ്പം നമുക്ക് ഭഗവാനെ കിട്ടില്ല. നമ്മൾ 1-2 സപ്താഹത്തിനൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഭാഗം വായിച്ചുകൊണ്ടൊന്നും നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി വരുന്നില്ല. അതിന് നമ്മൾ നിത്യമായിട്ടുള്ള ഒരു ധ്യാനം, പ്രാർത്ഥന, അല്ലെങ്കിൽ ഭഗവാനെ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഞാനൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് ചെന്നിരിക്കാറ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആചാര്യനെ പേടി, തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭഗവാനെ പേടി, ഏറ്റവും ബാക്കിൽ ചെന്നാണ് നമ്മൾ ഇരിക്കുന്നത്. ആദ്യത്തെ ആ ഒരു വർഷം ബാക്കിൽ. പിന്നെ ഗോവിന്ദനാമ സങ്കീർത്തനം പറയുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ പറയാൻ വരെ എനിക്ക് പേടിയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കും, ഇവരെന്താ ഇത്ര ഇങ്ങനെ വലിച്ചു പറയണേ. അപ്പൊ നമുക്കൊരു മടിയാണ്, ഒരു നാണമാണ് അത് ആ ഗോവിന്ദ പറയാൻ. പിറ്റേ വർഷം ആകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ദിവസമൊക്കെ പോകും. ഒരു രുക്മിണി സ്വയംവരം, കുചേല, ആ സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോഴും നമുക്ക് ഉള്ളിൽ തോന്നുന്നത്, 2 ദിവസം മുന്നേ വരാനുള്ളായിരുന്നു, ഇതിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ തോന്നും.
അപ്പൊ ഓരോ വർഷം കഴിയുന്നതോറും നമുക്ക് ഒരു വ്യത്യാസമാണ് വരുന്നത്. മൂന്നാമത്തെ വർഷം നമ്മൾ സപ്താഹത്തിൽ നിന്ന് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇരുന്നെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഫ്രണ്ടിൽ ഇരുന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ ഫ്രണ്ടിലെ സീറ്റ് പോയോ, എങ്കിൽ നിലത്തെങ്കിലും ഇരിക്കും. കാരണം ആ ഒരു യജ്ഞവേദിയും ഭഗവാനും തമ്മിലുള്ള ഒരു ദൂരം നമുക്കിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം. അതാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു തന്നത്. നമ്മൾ ബാക്കിൽ ചെന്ന് ഇരിക്കേണ്ടല്ല, ഭഗവാനോട് നമ്മൾ അടുത്ത് വരണം. യജ്ഞവേദിയും നമ്മളും തമ്മിലുള്ള ഒരു അകലത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഓരോ പ്രാവശ്യവും ഓരോ സപ്താഹവും ഓരോ യജ്ഞവും കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഉള്ളിൽ ഉറയ്ക്കണം ഭഗവാനെ. ഭഗവാനാണ് നമ്മുടെ ഉള്ളില്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഭഗവാനാണെന്നുള്ള ബ്രഹ്മമായ നല്ല ഒരു സുഹൃത്തുക്കളായിട്ട് മോക്ഷം കിട്ടി, മുക്തി കിട്ടി, നമ്മുടെ ഈ മരണങ്ങളും ജന്മങ്ങളും എല്ലാം ഒഴിവാക്കി തന്ന് ഭഗവാന്റെ പാദത്തിൽ എത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാടൊന്നും പറയാൻ എനിക്ക് ഞാൻ ഇതൊക്കെ പേടിച്ചിട്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ യജ്ഞവേദിയിലോട്ട് ഫ്രണ്ടിലോട്ട് പോയി ഇരിക്കുമെങ്കിലും ഈ പറയാനുള്ള ഭഗവാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോഴും ഉള്ളിലൊരു പേടിയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മനത്തിരുമേനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലായിട്ടും ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ പറയും ആശ ഇങ്ങനെ പറഞ്ഞാൽ ഇത്ര കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. എനിക്ക് എന്നോട് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മനത്തിരുമേനി. എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ സൂമിലിരുന്നാലും ഞാൻ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അപ്പോഴത്തന്നെ പേഴ്സണലായിട്ട് എനിക്ക് വിളിച്ചിട്ട് പറയും ആശ അത് ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ആ ഒരു വ്യക്തിത്വം, ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെപ്പോഴും ഒരു ആചാര്യൻ എന്നതിലുപരി ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു നമുക്ക് അറിവ് തരുന്ന ഒരു ആണ്. ഇപ്പൊ എന്റെ ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് സംസാരിക്കും. അപ്പൊ എനിക്ക് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സാന്നിധ്യമാണ് മനജീവൻ. അതുപോലെ എല്ലാവരും അദ്ദേഹത്തിന് ഫുള്ള് ഈ ഒരു യജ്ഞത്തിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഓണാക്കി ഇരിക്കാൻ പറ്റില്ല. പുതിയൊരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. ഫുൾ ടൈം ഞാനിപ്പോൾ അവിടെ ഉണ്ട്. അപ്പം എല്ലാവരും നമ്മളെ മനത്തിരുമേനിയും മള്ളിയൂർ തിരുമേനിയും എല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രഭാഷണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. വളരെയധികം നമ്മളെ സന്തോഷിപ്പിച്ച ഒരു പ്രഭാഷണമാണ് ഇത്. ശരിക്കും ഒരു പ്രഭാഷണത്തിന്റെ ശൈലി ഇതാണ്. ശരിക്കും നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് തീർച്ചയായിട്ടും കഥകളിലൂടെ ഉള്ളതും എന്തായാലും പ്രഭാഷണത്തിലെ മെയിൻ വിഷയം അതായിരിക്കണം. നമ്മൾ എന്താണോ സ്വന്തം അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഒരു ആശയം, അതിവിടെ ഒരു പൂർണ്ണമായിട്ടും ആ ഒരു സങ്കല്പം ഇവിടെ പൂർണ്ണമായി ശരിക്കും. അതുകൊണ്ട് വളരെയധികം സന്തോഷം. കാരണം നമുക്കറിയാം ആശയുടെ തുടക്കത്തിലുള്ള വരവും അല്ലേ, ഈ ഭാഗവത സത്സംഗത്തിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ഒരു ഊർജമാണ് ശരിക്കും അല്ലേ. ഇങ്ങനെ ഇത്രയും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് കാഷ്വലായിട്ട് പറയുന്ന ഒരു രീതി, അത് നമ്മളുടെ കുടുംബാംഗങ്ങളോടുകൂടി പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കൂടും. അപ്പം അതാണ് ശരിക്ക് വേണ്ടത്. നമുക്ക് ഫോർമാലിറ്റീസ് വിടുമ്പം ആണ് നമുക്ക് തുറന്നു പറയാൻ സാധിക്കുക. വളരെയധികം സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ, നമുക്ക് നല്ലൊരു സന്തോഷം. എന്തായാലും ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആശയങ്ങൾ വരുന്നത്. ബാക്കിയൊക്കെ ഭാഗവതത്തില് ഇപ്പം ഓരോ ശ്ലോകങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറ്റും, അതൊക്കെ രണ്ടാമത്തേത്. പക്ഷെ അതിൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് ഒരു പ്രഭാഷകന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതാണ്, യാതൊരു സംശയവുമില്ല. നമുക്ക് കഴിഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ ഇപ്പം ഇന്നലെ നമ്മളെ മായാ വിശ്വനാഥിന്റെ പ്രഭാഷണങ്ങൾ കേട്ടു. പറഞ്ഞതും ഭാഗവതമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് ആ മൂന്നടി മണ്ണിനെ കുറിച്ചും അല്ലെ, ആ ത്രിഗുണങ്ങളെ കുറിച്ചൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പറയണമെങ്കിൽ അതിപ്പം സ്വയം അതാണ് പ്രഭാഷകന്റെ ഒരു കർത്തവ്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വെച്ചാൽ അല്ലെ പിന്നെ നമുക്ക് പുസ്തകം വായിച്ചാൽ പോലെ, പുസ്തകം വായിച്ചാൽ നമുക്ക് ഇതെല്ലാം ഇതാണ്. പക്ഷെ അതല്ല, ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്നും എന്താണോ ഓരോ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ നമുക്ക് പറഞ്ഞു തരലാണ് ഓരോ പ്രഭാഷണത്തിന്റെയും പ്രത്യേകത. അതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആശ
ഭാഗവത കുടുംബത്തിലൂടെ ഇങ്ങനെ പറയാൻ തയ്യാറായതിന് ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. ശരിക്ക് ഇനിയും എല്ലാ രീതിയിലും ഭാഗവതം വായിക്കാനും അല്ലേ, അതുപോലെ പാരായണം ചെയ്യാനും നാരായണീയം വായിക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ അതിനും കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യം ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള ജീവിതത്തിൽ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും സത്സംഗങ്ങളിൽ ചെന്ന് വിടാനും ഒക്കെ ഗുരുവായൂരപ്പന് വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വേദിയിൽ ഇപ്പോൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.